ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ചെറിയ ടോപ്പിക്കാണ്. അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2 പാർട്ടുകൾ ആദ്യത്തെ മൊഡ്യൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടതിന് ശേഷം ഇതും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു പിക്ചറലൈസേഷൻ മാത്രമാണിത്. ഇനി നമുക്കത് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എക്കണോമിയുടെ മീൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ചിങ് ആർ ഓൺഡ് ബൈ ദ കോപ്പറേറ്റീവ് ഓൺഡ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്ചേഞ്ചും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെ ആരായിരിക്കും? സ്റ്റേറ്റ് ഓഫ് എക്കണോമി ആയിരിക്കും. അതിനെയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതൊരു എക്കണോമിയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കലും സോഷ്യൽ ബ്രദർഹുഡിനും ഒക്കെ തന്നെ കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന, ഇമ്പിൾസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല വേൾഡ് എക്കണോമിക് ബേസ്ഡ് ആണ്. അതായത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളത് ആരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിമാണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റേത്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ഐഡിയ ആദ്യമായിട്ട് കൺവിൻസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ DR ഗാഡ്ഗിൽ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നോക്കിക്കൊള്ളുക. അടുത്തതാണ് ദ ടൂവേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയത് ആരാണെന്നൊരു ചോദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാം. പ്രൊഫസർ DR ഗാഡ്ഗിൽ ആണ്. ഒരു സ്ട്രോങ് സപ്പോർട്ടറായിട്ട് കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ഇന്ത്യയിലുണ്ടായിരുന്നു. അതാരാണ്? VL മഹത. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2 വ്യക്തികളെ പറ്റി പ്രധാനമായി പഠിച്ചു. അവരുടെ DR ഗാഡ്ഗിലിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കേണ്ടതായിട്ടുള്ളത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുമ്പം കൂടുതൽ എവിടെയാണ്, ഏത് എക്കണോമിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്റ്റേറ്റിൽ. അവിടെയാണ് എന്തൊക്കെ നടക്കുന്നത്? പ്രൊഡക്ഷനായാലും ഡിസ്ട്രിബ്യൂഷനായാലും എക്സ്ചേഞ്ച് എല്ലാം നടക്കുന്നത് കോപ്പറേറ്റീവിൻ്റെ ഓണ്ട് കൂടി ഈ എക്കണോമിയിലാണ് ഇവ നടക്കുന്നെങ്കിൽ അതിനെ നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങളും മെയിനായിട്ട്. അതുമാത്രമല്ല സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്ന എക്കണോമി ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇതെന്ന് നമ്മൾ ഓർത്തിരിക്കുക. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇത് റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഒരു പോയിൻ്റ് പോലും വിട്ടുപോകാതെ നന്നായി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ഇത് കുറച്ചും കൂടി ഊന്നൽ നൽകി പറയുന്നത് DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഒരു മെമ്പറായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ദ റെഡക്മെൻ്ററി ഫ്രെയിംവർക്ക് ഫോർ ദ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ലെഡ് ബൈ ദ ചാൾസ് ഫോറർ ആൻഡ് റോബർട്ട് ഓവൻ. അപ്പം റോബർട്ട് ഓവനും ചാൾസ് ഫോററും കൂടെ ചേർന്നിട്ടൊരു ഫ്രെയിം വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്, കോപ്പറേറ്റീവ് കോമൺവെൽത്തിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. അപ്പം കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ച് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കൊന്നുമല്ല, ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും അത് കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് അത് കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഐഡിയ ആദ്യമായിട്ട് കൺവിൻസ് ചെയ്ത ആരാണ്? പ്രൊഫസർ DR ഗാഡ്ഗിൽ. രണ്ടാമത് ടുവേഴ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ബുക്ക് റിട്ടേൺ ചെയ്ത ആരാണ്? പ്രൊഫസർ DR ഗാഡ്ഗിൽ. ഇദ്ദേഹം എവിടെ മെമ്പറായിരുന്നു? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. പിന്നെന്താണ്? ചാൾസ് ഫോറും റോബർട്ട് ഓവൻ എന്ന് പറയുന്ന 2 വ്യക്തികളുണ്ടായിരുന്നു. അവർ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മറന്നു പോകുക. അതൊരു ചെറിയ ടോപ്പിക്കാണെന്നും പറഞ്ഞ് അത് കളഞ്ഞിട്ട് പോകരുത്, കൃത്യമായി പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. എന്താണെന്ന് നോക്കാം. അതുമാത്രമല്ല
ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് കോപ്പറേറ്റീവ് ഓണർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിനും കണക്റ്റീവായിട്ടുള്ള ഒരു ഓണർഷിപ്പിനും ഒക്കെ തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇതിന്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം ഒക്കെയാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവിടെ ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, അല്ലെ, 1 man 1 vote എന്നുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഇക്വാലിറ്റി ഉണ്ട്. ഒരുപോലെ തുല്യമാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ലെവലിൽ. അതുപോലെ മ്യൂച്വൽ എയ്ഡഡ് ആണ്, സപ്പോർട്ടഡ് ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും വെൽബീയിങ്ങിങ്ങുമാണ്. അതുമാത്രമല്ല പലതരത്തിലുള്ള ഗോള് എന്തിനുണ്ട്, കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ഉണ്ട്. കൂടുതൽ ജസ്റ്റ്, ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ സൊസൈറ്റി. ദ ബെനിഫിറ്റ്സ് ഓഫ് economic activities are shared by all the members rather than beginning concentrated in the hands of few peoples or the corporations. അതായത് ഇതിനകത്ത് ഗോൾ എന്തൊക്കെയാണ്? ഒന്നും വേണം കൂടുതൽ ജസ്റ്റബിളും ഇക്വിറ്റബിളും സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, അതിലൂടെ കിട്ടുന്ന എക്കണോമിക്കൽ ആക്ടിവിറ്റിയുടെ ബെനിഫിറ്റ്സ് എല്ലാ മെമ്പേഴ്സിനും എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല കുറച്ച് ഫീച്ചേഴ്സുകളൂടെ കോപ്പറേറ്റീവ് കോമൺവെൽത്തിനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് ബിസിനസ്സും എൻ്റർപ്രൈസസാണ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സോഷ്യൽ എൻ്റർപ്രൈസസും നോൺ പ്രോഫിറ്റുമാണ്. കമ്മ്യൂണിറ്റി ലാൻഡ് ട്രസ്റ്റ് ആൻഡ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. മ്യൂച്വൽ എയ്ഡഡ് നെറ്റ്വർക്ക്സ് ആൻഡ് സോളിഡാരിറ്റി എക്കണോമിക്കാണ്. ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിങ്ങും എപ്പോഴും ഇതിനകത്തുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അതിൽ ഓരോന്ന് പറയുമ്പോൾ ഇതൊരു കോപ്പറേറ്റീവ് ബിസിനസ് എൻ്റർപ്രൈസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ എൻ്റർപ്രൈസസ് ആയിട്ടും അതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, കോപ്പറേറ്റീവ് കോമൺവെൽത്തിലൂടെ ഉള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ലാൻഡ് ട്രസ്റ്റ് ആൻഡ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനും കമ്മ്യൂണിറ്റി ലാൻഡ് ട്രസ്റ്റിനൊക്കെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മ്യൂച്വൽ എയ്ഡഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവിടെ സോഷ്യൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഡെമോക്രാറ്റിക്കൽ ഗവേണൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതുകൂടാതെ എന്തൊക്കെ ഐഡിയ ആണ് എന്ന് ചോദിച്ചാൽ, കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനൊരു ഡെവലപ്മെൻറ്റും സോഷ്യലിസ്റ്റ് തോട്ട് ആൻഡ് കണ്ടിന്യൂസ് ടു ഇൻസ്പയർ എഫേർട്ട് towards creating a more equitable and economic സിസ്റ്റവും കൂടുതൽ ഇക്വിറ്റബിൾ ആവുന്ന രീതിയിൽ ഇൻസ്പയർ എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് തോട്ട് ചെയ്തിട്ടാണ് സോഷ്യലിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ഒരു ഡെവലപ്മെൻറ്റ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തിൻ്റെ ഐഡിയോളജി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അതുമായി ബന്ധപ്പെട്ട് കുറേ ടെസ്റ്റുകൾ, കുറേ ബുക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ ആദ്യത്തെ പിക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിക്കൊള്ളട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.